ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 ജാക്ക് ജോൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. വസന്തകാലം എന്നൊക്കെ കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ട് ചിത്രങ്ങളുണ്ട്. ഒന്ന് ജപ്പാനിലെ ആകാശത്തെ പിങ്ക് നിറമാകുന്ന ചെറി ബ്ലോസം, മറ്റൊന്ന് ഭൂമിയിൽ വർണ്ണവിസ്മയം തീർക്കുന്ന ടുലിപ്സ് തോട്ടങ്ങളും. അപ്പോൾ ഇത് രണ്ടും ആവട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ കാഴ്ചകൾ. ഇതിനായി നമ്മൾ വന്നിരിക്കുന്നത് ഹൈ പാർക്കിലേക്കാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു ലോങ് വാക്കാണ് ഹൈ പാർക്കിലേക്ക്. കാനഡയിലെ പ്രധാന നഗരമായ ഒൻറ്റാരിയോയിലെ ടൊറന്റോയിലെ ഹൈ പാർക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒൻറ്റാരിയോ പ്രൊവിൻസിലുള്ള ടൊറന്റോ നഗരത്തെപ്പറ്റി ഞാൻ പറഞ്ഞ് കൂടുതൽ അറിയേണ്ട കാര്യമില്ലല്ലോ. വളരെ തിരക്ക് പിടിച്ച ഒരു സിറ്റിയാണ്. അതിൽ നിന്നും മാറി ഇങ്ങനെയൊരു സ്ഥലം. കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് പാല് നോക്ക്. നെതർലാൻഡിലെയും കാശ്മീരിലൊക്കെ ടുലിപ്പ് തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ? വീഡിയോയിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു ആഗ്രഹമായിരുന്നു ടുലിപ്സൊക്കെ കാണാൻ വേണ്ടി. നമ്മളിങ്ങനെ ബൊക്കെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ടുലിപ്സ് കാണുമ്പോൾ ഒന്നും പറയാനില്ല. ഇതിപ്പോൾ അത് കുറച്ച് കൂടുതൽ വിരിഞ്ഞു. ഇനി ടുലിപ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഓരോ നിറത്തിലുള്ള ടുലിപ്സിനും ഓരോ അർത്ഥമുണ്ട്. ചുവപ്പ് ടുലിപ്സ് പ്രണയത്തെ സൂചിപ്പിക്കുമ്പോൾ മഞ്ഞ നിറം സന്തോഷത്തെയാണ് കാണിക്കുന്നത്. മനസ്സിലെന്തെങ്കിലുമൊക്കെ ഭാരങ്ങൾ ഇങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുന്നുണ്ടെങ്കിലേ ഒരു ചെറിയ യാത്ര നടത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ അടുത്തുള്ള ഒരു പാർക്കിലേക്കൊക്കെ ഒന്ന് പോന്നേ. വെറും ഒരു പൂവല്ല ഇത്, ജീവിതത്തിൻ്റെ നശ്വരതയെയും ഓരോ പുതിയ തുടക്കത്തെയുമാണ് ഈ പിങ്ക് ഇതളുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വൈറ്റ് നിറത്തിലുള്ള ചെറി ബ്ലോസം ആയിരുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ, പിങ്ക് നിറമാണ്. ജപ്പാൻകാർ ഇതിനെ സക്കൂറ എന്നാണ് വിളിക്കുന്നത്.
നല്ല ഭംഗിയില്ലേ ഈ മരത്തിൻ്റെ. ഇത് നമ്മുടെ മേപ്പിൾ ട്രീയുടെ ലീഫാണ്. ഇതിപ്പോൾ ഈ കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ളൊരു കളറാണ്. ഇത് ചുറ്റിനുണ്ട്. സി ഇഷ്ടംപോലെ പല കളർഫുള്ളായിട്ടുള്ള തുളിപ്സാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അടുത്ത് നോക്കാം. എല്ലാ നിറങ്ങളും ഒരുമിച്ച് കണ്ടുകൊണ്ടാണെന്നറിയില്ല, കണ്ണിലേക്ക് ആ ഒരു പിക്ചർ കയറാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറേ നേരം ഇവിടെ ചിലവഴിച്ചു. സത്യം പറഞ്ഞാൽ ഒരു പെയിൻറ്റിങ് ക്യാൻവാസ് പോലെയാണ് ഈ തോട്ടങ്ങളൊക്കെ. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പോസ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. എല്ലാവരും പലവിധ പോസുകൾ ഇട്ടിട്ടായിരുന്നു ഈ ടുലിപ്സിന് മുമ്പിലുള്ള ഷോ. നമ്മളൊട്ടും കുറച്ചില്ലെന്നേ. പൂക്കളോട് ജയിക്കാൻ നമ്മളാരല്ലേ. ഈ ടുലിപ്സും ചെറി ബ്ലോസും കണ്ടപ്പോൾ ഏതാ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള മനോഹരമായ സമ്മാനങ്ങളിൽ ഒന്നാണ് പൂക്കൾ. വെറും 2 ആഴ്ച മാത്രമാണ് ഈ പൂക്കളുടെ ആയുസ്. ചെറി ബ്ലോസത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ, ആ 2 ആഴ്ചത്തേക്ക് മാത്രമായിട്ടാണെങ്കിലും ആ മരം എത്രമാത്രം കരുതലോടെയാണ് ഈ പൂക്കളെയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. കാണുന്നതിൻ്റെ മനസ്സിൽ ഒരു ആയുഷ്കാലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭംഗിയാണ് ഈ പൂക്കൾ വെറും 2 ആഴ്ച കൊണ്ട് നമുക്ക് നൽകുന്നത്. ഇത് നോക്കി റോസപ്പൂക്കളൊക്കെ ഇല്ലേ, റോസപ്പൂക്കളൊക്കെ ശരിക്കും അതിൻ്റെ അതേ ടെക്സ്ചറാണ്. കണ്ടില്ലേ, എല്ലാം ഇച്ചിരി വാടി തുടങ്ങിയത് കൊണ്ട് കണ്ടേ വെയിറ്റ് ഇങ്ങോട്ട് അതെല്ലാം ഇതേ പൂക്കളൊക്കെ ഇങ്ങനെ താഴേക്ക് നോക്കി നിൽക്കുകയാണ്. ഭൂമിയെ നോക്കിയിട്ടാണ് പൂക്കൾ നിൽക്കുന്നത്. സാധാരണ പൂക്കളെല്ലാം അങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കാറ്. പക്ഷെ ഇവിടെ കണ്ടത് നല്ല രസമുണ്ടല്ലേ. നോക്കെ ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ സീ യു നെക്സ്റ്റ് ടൈം ഫ്രം 777 at Jack Jones.